എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് കാഴ്ചകളാണ്. രാവിലെ ഇന്ന് കുറച്ച് ചെടി കാഴ്ചകളുമുണ്ട്, പിന്നെ കുറച്ച് പ്രകൃതികളും കാണിക്കുകയാണ്. പുഴ ഇന്ന് രാവിലെ പുഴയുടെ കാഴ്ചയും പിന്നെ ആ പരുന്താണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും പരുന്താണ് ഇരിക്കുന്നത്. നമുക്ക് ചീനവലയുടെ തുഞ്ചത്ത് വന്നിരിക്കാറുണ്ട് എപ്പോഴും. പിന്നെ പിന്നെ ഇന്നലെ ഒരു വലിയൊരു ഇടിവെട്ട് ഉണ്ടായിരുന്നിട്ട് ഇവിടെ. അതാണ് ഇടിവെട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അത്ര വലിയ ഇടിവെട്ടായിരുന്നു ഇന്നലെ ഉണ്ടായത്. പക്ഷെ പകലൊന്നും അതിൻ്റെ ഒരു അങ്ങനെ തോന്നിയില്ല. പക്ഷെ രാത്രി ഇത് ഒരു തീ പാർന്ന പോലെയൊക്കെ രാത്രി എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ നമുക്കിവിടെ ഇടിവെട്ടൊക്കെ നല്ലോണം അറിയും. ഈ പുഴയ്ക്ക് അയറി ഇടിവെട്ടിയെ നമുക്കതിൻ്റെ സൗണ്ടും അതുപോലെ അതിൻ്റെ ലൈറ്റും ഒക്കെ നമ്മൾ കാണും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാവും ഇവിടെ. എന്ന് വെച്ചാൽ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ ഭംഗിയുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഭീകരതകളൊക്കെ നമുക്ക് ഇവിടെ നല്ലോണം അറിയണ ഒരു സ്ഥലമാണ് കേട്ടോ. കാറ്റായാലും ഇടിവെട്ടായാലും ഒക്കെ. അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് ഇടിവെട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇടിവെട്ട് നമ്മൾ പേടിക്കണമല്ല. ഇപ്പോഴത്തെ ഇടിവെട്ടിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവുമായിരിക്കും. നമുക്ക് വിടാനൊന്നും പറ്റില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എന്തോ പറ്റണ്ട, എന്തെങ്കിലുമൊക്കെ തകർന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ ഓർത്ത് നേരം വെളുക്കുമ്പോൾ. ചില ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്ലഗുമേന്ന് ഊരിയിട്ടിട്ടുണ്ടാവില്ലല്ലോ. ഇത് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഇടിവെട്ടായിരുന്നത്. ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. ഇനി എന്തായാലും പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഇനി കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ ചട്ടികളൊക്കെ പെയിൻ്റ് അടിക്കാറായിട്ടാണ്. പിന്നെ ഈ ബോഗൺവില്ല കൊമ്പൊക്കെ ഇതിൻ്റെ മാത്രം കൊമ്പ് ഒടിച്ചിട്ടുണ്ടായില്ല. ബാക്കി എല്ലാത്തിൻ്റെയും കൊമ്പ് ഞാൻ വെട്ടി കുറച്ച് വളമൊക്കെ ഇട്ട് നിർത്തി വെച്ചാക്കിയാണ്. ഇതിനെയൊക്കെ വെള്ള പെയിൻ്റ് അടിക്കണമെന്ന് തോന്നണം. വെള്ള പെയിൻ്റ് അടിച്ച് ഇത്തിരി കൂടി ഷോ ഉണ്ടായിരിക്കും കാണാനായിട്ട്. പക്ഷേ ഇവിടെ മഞ്ഞ പെയിൻറ്റ് കൂടുതൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം പിന്നെ മഞ്ഞ തന്നെ അടിക്കാനുള്ള സാധ്യത. അവിടെ ഇഷ്ടിക കളറായിട്ട് ഒരു കുഞ്ഞു പൂവുണ്ടായി വന്നിട്ടുണ്ട്. ഈ നമ്മുടെ നാടൻ ഇങ്ങനെ ബുഷായിട്ട് വരില്ല, നാടൻ ഒറ്റതായിട്ട് വരും. ഇത് പക്ഷേ ഇത്ര നാടനല്ല കേട്ടോ. ഇതിപ്പോൾ നിറച്ച് ബുഷായിട്ട് വരുന്നുണ്ട് കൊമ്പുകളൊക്കെ. ഇഷ്ടിക കളറ് നാടൻ്റെ ബോഗൺവില്ലയാണ്. പക്ഷേ അതിൻ്റെ പൂ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ പൂ കാണാനായിട്ട്. പിന്നെ ഈ ഒരു ചെമ്പരത്തി ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇതുപോലെ ഇവിടെ ഉണ്ടായിട്ട് പൊള്ളം വന്നിട്ട് പോയതാണ്. പക്ഷെ അവിടെ തന്നെ ഒരു ചെമ്പരത്തിയും കൂടി മുളച്ച് വന്നിട്ട് ഒരു ചെറുതിലെ പൂവുണ്ടായിട്ട് നിൽക്കേണ്ടത്. പിന്നെ നമ്മുടെ ചെത്തിമ കൊലയായിട്ട് പൂവുണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് വീഡിയോ കാണാനും ഭംഗിയായിട്ടാണ് നേരെ കാണാനായിട്ട്. പിന്നെ നമുക്ക് വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ ഓർക്കിഡുമ്മ ഒരു പൂവുണ്ടായി വന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ കേട്ടോ അത് കണ്ടത്. ഇത്രയും ദിവസമായിട്ട് അങ്ങനെ അങ്ങടൊക്കെ വെള്ളമൊഴിക്കാനൊക്കെ ചെല്ലുമെങ്കിലും നോക്കിയിട്ടുണ്ടായില്ല. അത് ഈ ഓർക്കിഡുമ്മ കേട്ടോ പൂ വന്നുള്ളൂ. എന്ത് കളറാണെന്ന് അറിയില്ല എനിക്ക്. ശരിക്കും പറഞ്ഞാൽ വേണ്ട ഒരു നീട്ടത്തിൽ വെച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. ഞങ്ങൾക്ക് വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ഓർക്കിഡുമ്മ പൂവുണ്ടായിട്ട് വന്നത്. ഇത് മാത്രമല്ല, വേറൊരു ഓർക്കിഡുമ്മ പൂവുണ്ടായിട്ടുണ്ട്. ഇതും ഉണ്ട്, വേറൊരു ഓർക്കിഡുമ്മ പൂവുണ്ടായിട്ടൊക്കെ. പിന്നെ വിങ്കാ റോസൊക്കെ ഞാൻ നിലത്തിറക്കി വെച്ച്. എന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കളെ മതിലിൻ്റെ മേലെ ഇരിക്കുന്ന അരമണിക്ക് ഇതിൻ്റെ പൂക്കളൊന്നും കാണാൻ പറ്റാനില്ല. നമുക്കതൊന്ന് കണ്ടാലൊരു മനസ്സുഖം ഉണ്ടാവുള്ളൂ. പക്ഷെ അതാണ് ഞാൻ ഇതൊക്കെ നിലത്തിറക്കി വെച്ച്. പിന്നെ നീലാമരിയൊക്കെ അന്ന് ചെറിയൊരു തൈ കൊണ്ട് നട്ടിയതാണ്. തൃശ്ശൂരിൽ നിന്ന് അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. പക്ഷെ ഇതിപ്പോൾ നല്ല ഒരു മരം പോലെ നിൽക്കുന്നുണ്ട്. എൻ്റെ വിത്താണ് കണ്ട തൂങ്ങി കിടക്കേണ്ടത്. അതിൻ്റെ എന്തോ വിത്താണെന്നറിയില്ല, കായ് പോലെ കിടക്കേണ്ടത്. ഇതുമാതിരി ഇഷ്ടം പോലെ എല്ലാം വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തലയിൽ പറ്റാനായിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ മൈലാഞ്ചിയുടെ കൂടെ ഞാൻ ഇത് അരച്ച തലയിൽ പറ്റാറുണ്ട്. ഇതൊക്കെ പറ്റിയ കുഴപ്പമില്ലല്ലോ. പിന്നെന്ന് വെച്ചാൽ ചെമ്പായിരിക്കും നമ്മുടെ മുടി, കറുത്തിരിക്കില്ല, ചെമ്പിച്ചിരിക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ നമ്മുടെ ഞാൻ പറയില്ല ഒരു ഓർക്കിഡ് മുട്ടായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഈ ഓർക്കിഡാണത്. ഇത് ഒരു ചിത്രശലഭം പോലെ ഇരിക്കും. ഇത് ഒരു കുങ്കുമ കളറാണ് ഇതിന്. ഇത് വലുതായി വരുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ടാവും അത് കാണാനായിട്ട്. പിന്നെ നമുക്കിന്ന് രാവിലെ ഇടിയപ്പം ഉണ്ട്, മുട്ടക്കറി ഉണ്ട്. പിന്നെ ഉച്ചക്കലത്തൊക്കെയുള്ള പണികളൊക്കെ ഞാനൊരു ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചാള ഇന്നലെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാള നന്നാക്കി കുറച്ച് വറക്കാനും പറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പീര ഒതുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ചില കുഞ്ഞി ചാളയായിരുന്നു. അപ്പോൾ കുഞ്ഞിച്ചാള കുറച്ച് പീര ഒതുക്കി കുറച്ച് വറുത്ത്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടുത്ത